ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ മഴയാണ്, അതുപോലെ തന്നെ നല്ല ശക്തിയായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം? ഓൾമോസ്റ്റ് ഒരാഴ്ചയായി കണ്ടിന്യൂസ് മഴയും അതുപോലെ തന്നെ കാറ്റ് വീശുന്നു, മരങ്ങൾ വീഴണു, കുറേ അപകടങ്ങൾ ഉണ്ടാവണു. സോ എന്തൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് പറയണത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം, കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, അവർ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തു വയ്ക്കുക. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് കറക്റ്റായിട്ട് കേൾക്കുക. അതിനനുസരിച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറണം, ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഇവിടേക്ക് വെള്ളം വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീടല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്കിരിക്കാൻ തോന്നും. ഇവിടെയൊന്നും നമുക്ക് ആ ഒരു സമയത്ത് വീട് വിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഗവൺമെൻറ്റിന് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്യാമ്പിലേക്ക് മാറിയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഓക്കെ, നമ്മൾ പ്രൊട്ടക്റ്റഡായിട്ടുള്ള സ്ഥലത്താണ്, ഇതുവരെ വെള്ളം കയറിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇപ്പോൾ 2 നിലയുള്ള വീട്ടിലാണെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സോ വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഉള്ള സംഭവങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ എമർജൻസി കിറ്റിൻ്റെ ഒപ്പം വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ 2ാമത്തെ നിലയിൽ നല്ല സീൽഡായിട്ട് പ്ലാസ്റ്റിക് കവറിൽ 2 or 3 തവണ കവർ ചെയ്ത് സീൽ ചെയ്തിട്ട് സേഫ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ റാക്കിലായിട്ട് വെക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രേഖകൾ നമ്മുടെ കയ്യിൽ തന്നെ എമർജൻസി കിറ്റായിട്ട് നമുക്ക് എപ്പോൾ നമ്മുടെ ഇറങ്ങി പോകുമ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണ പോലെ എടുത്തു വയ്ക്കുക. പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ കഴിഞ്ഞ വാറിൻ്റെ ഇതെങ്ങാനും വരികയാണെങ്കിൽ അപ്പോൾ എമർജൻസി കിറ്റ് പ്രിപ്പയർ ചെയ്യണ പോലെ ഈ തവണയും നമ്മൾ എമർജൻസി കിറ്റ് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഭക്ഷണ സാധനം, പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ, ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന, ഉണ്ടാക്കണം, കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഒരു 2-3 ദിവസത്തേക്കുള്ള ചെറിയ സംഭവങ്ങൾ എടുത്തു വയ്ക്കുക. അതുപോലെ തന്നെ കുടിക്കാനുള്ള നല്ല ഫ്ലഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഭയങ്കര മാലിന്യം നിറഞ്ഞിട്ടുള്ള വെള്ളമായിരിക്കും, അതൊന്നും കുടിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് കിട്ടുന്ന വെള്ളവും നല്ലതായിരിക്കില്ല. അപ്പോൾ നല്ല ഫ്രഷ് വാട്ടർ ബോട്ടിൽ ആ ബാഗിലുണ്ടാവുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ്, ഒന്ന് സ്ഥിരമായിട്ട് കഴിക്കണ മെഡിസിൻസ്, ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ മെഡിസിൻ, അതുപോലെ തന്നെ ലിവറിന് പ്രശ്നം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആസ്മ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ എടുത്തു വയ്ക്കുക. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്, അതുപോലെ തന്നെ ഛർദി, വയറിളക്കം, ഇതിനൊക്കെയുള്ള മരുന്നുകൾ, പനി, പാരസെറ്റമോളൊക്കെ നമ്മൾ നോർമൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മുറിവുണ്ടായത് കെട്ടിവെക്കാനുള്ള സാധനങ്ങൾ, അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തു വയ്ക്കുക. അതുപോലെ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഒരു ടോർച്ച് കയ്യിൽ വയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു റേഡിയോ, കാരണം പല സ്ഥലത്തും നമുക്ക് ഇലക്ട്രിസിറ്റി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ നമുക്കറിയാൻ ഈ റേഡിയോ സഹായിക്കും. അതുപോലെ തന്നെ 2-3 ഒരു 4 ബാറ്ററി എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പവർ ബാങ്ക് മേടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് മേടിക്കുകയാണ് നല്ലത്. കാരണം ഓരോ തവണയും നമ്മൾ പ്രിക്കോഷൻ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചാടിപ്പിടുന്നിട്ട്, ഇപ്പോൾ നിങ്ങൾ ഓക്കെ കുഴപ്പമില്ലാത്ത സമയമാണെങ്കിൽ പവർ ബാങ്കുകൾ ചാർജ് ചെയ്ത് വയ്ക്കുക. നമ്മളെ കയ്യിൽ എമർജൻസി കിറ്റിൽ പവർ ബാങ്ക് ഫുള്ളി ചാർജ്ഡായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ മൊബൈലുകളും എപ്പോഴും ചാർജായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജറും അതിൽ വയ്ക്കുക. പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പൗഡറുകൾ, അവർക്ക് കഴിക്കാനുള്ള പൗഡറുകൾ എന്താ വെച്ചാൽ അത് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യം പറയാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരികയാണെങ്കിൽ അത് വയ്ക്കുക. പിന്നെ ഈ വെള്ളം കെട്ടി
കിടക്കണ സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കാല് മൊത്തം കവർ ചെയ്യണ പോലത്തെ ഷൂ ഉണ്ട്, അങ്ങനത്തെ ഷൂകളൊക്കെ ഇട്ടിട്ട് പോവുക. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ എലിപ്പനി പോലത്തെ ഇൻഫെക്ഷനുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വെള്ളത്തിലിറങ്ങി നടക്കേണ്ട ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് ഈ എലിപ്പനിക്കൊക്കെ വേണ്ടിയിട്ട് പ്രിക്കോഷനായിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് എടുക്കാം. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല, നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ ചോദിക്കുക എന്താണ് എലിപ്പനിക്ക് പ്രിവെൻഷനായിട്ട് നമ്മൾ കഴിക്കണം ആ ആൻറ്റിബയോട്ടിക്. അത് ഡോക്ടർ അനുസരിച്ചിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, അതായത് കയ്യോറയും കാലോറയൊക്കെ ഇടണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാമ്പുകൾ, ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ പാമ്പ് കടി ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പാമ്പ് കടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ വെള്ളത്തിലൂടെ നടക്കുന്ന സമയത്ത്, നമുക്ക് കാണില്ല. അപ്പോൾ ഏതൊക്കെ സ്ഥലത്താണ് ആൻറ്റിവെനം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ ജില്ലകളിലാണ് ആൻറ്റിവെനം കിട്ടുന്നത്, അതായത് പാമ്പ് കടി ഏറ്റാൽ കൂടുതലും വിഷപ്പാമ്പായിരിക്കില്ല, പക്ഷെ നമുക്കറിയില്ല. നമുക്ക് പാമ്പുകളുടെ ഫോട്ടോ നമ്മൾ കാണുകയാണെങ്കിൽ ആ പാമ്പിൻ്റെ ഫോട്ടോയോ അതിനെ കൊല്ലാൻ പറ്റിയിട്ട് അതിനെ എടുത്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളതിനെ മോണിറ്റർ ചെയ്യേണ്ടി വരും. നമുക്ക് ബ്ലീഡിങ് ഉണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആൻറ്റിവെനം തരുന്നത്. സോ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമുക്ക് ഇന്ന ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണ് നമുക്ക് ആൻറ്റിവെനം ഉള്ള ഡിസ്ട്രിക്റ്റുകൾ എന്ന് കിട്ടും. സോ അത് നോക്കിയിട്ട് ആ സ്ഥലങ്ങൾ ഒന്ന് നമ്മുടെ മനസ്സിൽ ആലോചിക്കുക, വേണമെങ്കിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. അത് ഇപ്പോഴല്ല, എപ്പോൾ വേണമെങ്കിലും അത് ആവശ്യപ്പെടുന്ന സാധനമാണ്. കാരണം പാമ്പ് കടിയേറ്റാൽ പെട്ടെന്ന് തന്നെ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ പോണത് വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ കാരണം വേറെ സ്ഥലത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വേറെ ആൻറ്റിവെനുള്ള സ്ഥലത്തേക്ക് അവർ റെഫർ ചെയ്തിട്ട് പോകുമ്പോഴേക്കൊക്കെ ഭയങ്കര സമയം കഴിയും. അതുമാത്രമല്ല, ഇങ്ങനത്തെ ഫ്ലഡഡ് ഏരിയാസിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. സോ ഡയറക്റ്റ്ലി നമുക്ക് അങ്ങനത്തെ ഏരിയാസ് ഒന്ന് ഹോസ്പിറ്റലുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നല്ലതായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കണം. ആ നമ്പറുകൾ നമ്മുടെ മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കണം. കാരണം മൊബൈലിൽ പോയാൽ, അതായത് ചാർജ് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കയ്യിൽ റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോവുകയാണെങ്കിൽ റിഫ്ലക്ടറുകൾ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരനെ ആകർഷിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റും സഹായിക്കും. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീട് നല്ല അടച്ച് സേഫായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ടോയ്ലറ്റുകളിൽ ഒരു മണൽ ചാക്ക് വെച്ച് മൂടി വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം വെള്ളം കയറുകയാണെങ്കിൽ തന്നെ ബാക്കി വെള്ളം ഫുള്ള് മലിനമാക്കാണ്ടിരിക്കാനൊക്കെ ഒരു മണൽ ചാക്ക് ഫുള്ള് നിറച്ച് ക്ലോസറ്റിൻ്റെ ഉള്ളിൽ അടച്ചു വയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കിണറുണ്ടാകുമ്പോൾ അതിൻ്റെ തൂണുകളിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി കെട്ടി വയ്ക്കണം നല്ലതാണ്. കാരണം രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഇവിടെ കിണറുണ്ട് എന്ന് അറിയാനൊക്കെ നല്ലതാണ്. മാത്രമല്ല, ആക്ച്വലി എഫക്റ്റീവായിട്ടുള്ള മെഷർ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഫ്ലഡിൽ നമ്മൾ പെട്ടു, നമ്മൾ ഒറ്റപ്പെട്ടു കിടക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ടീഷർട്ടിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു കയറെടുത്തിട്ട് ഈ വാട്ടർ ബോട്ടിൽ, വെള്ളമില്ലാത്ത വാട്ടർ ബോട്ടിൽ കെട്ടി വയ്ക്കുകയാണെങ്കിൽ, ഒരു 4 വാട്ടർ ബോട്ടിലൊക്കെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പൊങ്ങിക്കിടക്കാൻ സഹായകമാകുമെന്ന് കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ഇത് നോക്കുക, ഒന്നും കൂടി അതൊന്ന് അന്വേഷിച്ചിട്ട് അത് എഫക്റ്റീവാണെന്ന് തോന്നുന്നു. സോ ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ റോഡൊക്കെ ഭയങ്കര സ്കിഡിങ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് ഓടിക്കുക. അതുപോലെ തന്നെ സൂക്ഷിച്ച് ഓടിക്കുക. മഴയാണ്, അതുപോലെ തന്നെ നല്ല കാറ്റാണ്. അപ്പോൾ അനാവശ്യ യാത്രകൾ എന്തായാലും ഒഴിവാക്കുക. പിന്നെ ആവശ്യത്തിന് പോയാലേ പറ്റുള്ളൂ. സോ പോകുമ്പോൾ തന്നെ
വേഗത കുറച്ച് പോവുക. നമുക്ക് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർക്കും അതൊരു നല്ല കാര്യമായിരിക്കും. പിന്നെ പറയാൻ ഉദ്ദേശിച്ചത് ഈ സേഫ്റ്റി കിറ്റ് എന്തായാലും ഉണ്ടാക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഭക്ഷണം, വെള്ളം, ഇങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും അത്യാവശ്യമായിട്ടുള്ള, ഓവറായിട്ട് വാങ്ങി വെക്കണം എന്നല്ല, അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ മേടിച്ച് വെക്കണം നല്ല കാര്യമായിരിക്കും. അരി, അതുപോലെ തന്നെ അധികം പെട്ടെന്ന് കേടാവാത്ത സാധനങ്ങൾ കുറച്ച് വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ, നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ റോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പതുക്കെ പോവുക. അതുപോലെ തന്നെ റോട്ടിൽ നല്ല കുഴികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ബൈക്കിൽ പോണ ആൾക്കാർ സ്പെഷ്യലായിട്ട് സൂക്ഷിക്കുക. ചിലപ്പോൾ വലിയ കുഴിയായിരിക്കും, വെള്ളം നിറഞ്ഞേക്കണ കാരണം അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അത് നിങ്ങളതിനെ അപകടത്തിൽ പെടുത്തും. സോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ അറിയണ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഭയങ്കര വലിയ കുഴിയാണെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അറിയാനുള്ള എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം മഴ കൂടുന്തോറും വലിയ വലിയ കുഴികളും കാണാണ്ടിരിക്കും. സോ അത് നല്ല ഈ കൂടുതലും ബൈക്ക് യാത്രക്കാരനെ ആയിരിക്കും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നന്നായിട്ട് സൂക്ഷിക്കുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇത് ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. നമ്മൾ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ ഇതും നമ്മൾ കടന്നു പോകും. സോ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ബൈ.